ഹലോ, നമ്മളെല്ലാവരും കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകൾ എവിടെയാണെന്നറിയാമോ? ജപ്പാനിലാണ്. അപ്പോൾ എന്തായിരിക്കും അവരുടെ ആയുസ്സിന്റെ രഹസ്യം? നമുക്ക് നോക്കാം. ഇന്ത്യക്കാരായ നമുക്ക് എളുപ്പത്തിൽ പകർത്താൻ പറ്റുന്ന അവരുടെ 5 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന്. അതെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. എന്തുകൊണ്ടാണ് ജപ്പാൻകാർ ഇത്രയും കാലം ജീവിക്കുന്നത്? ഇത് വെറും ജീനുകളുടെ കളിയാണോ? അതോ നമ്മൾ അറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ അവർക്കുണ്ടോ? വാ, നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താം. ഒന്ന് നോക്കിയേ, 84 വയസ്സ്. അതാണ് ജപ്പാനിലെ ആളുകളുടെ ശരാശരി ആയുസ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒന്നാണിത്. ഇതൊരു വെറും കണക്കല്ല, അല്ലേ? അവരുടെ ജീവിതരീതി എത്രത്തോളം മികച്ചതാണെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. അപ്പോൾ ആ വലിയ രഹസ്യം എന്താണെന്നല്ലേ? അത് അവരുടെ ജീനുകൾ മാത്രമല്ല, മറിച്ച് തലമുറകളായി അവർ കൈമാറി വരുന്ന ചില ലളിതമായ ശീലങ്ങളാണ്. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശീലങ്ങൾ നമുക്കും പഠിച്ചെടുക്കാം. ഓക്കേ, അപ്പോൾ നമുക്ക് ആദ്യത്തെ രഹസ്യത്തിലേക്ക് കടക്കാം. ഇത് ഭക്ഷണത്തെപ്പറ്റിയാണ്. അവർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, ഹരാ ഹാച്ചിബു. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്: വയറ് പൂർണ്ണമായി നിറയുന്നതിന് മുൻപ് കഴിക്കുന്നത് നിർത്തുക. അതായത് ഒരു 80% നിറഞ്ഞാൽ മതി, ബാക്കി 20% ഒഴിച്ചിടണം. ഇതിനൊരു കാരണമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ വയർ നിറഞ്ഞു എന്ന് നമ്മുടെ തലച്ചോറിലേക്ക് സിഗ്നൽ എത്താൻ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ എടുക്കും. അപ്പോഴേക്കും നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ടുണ്ടാകും. ഈ ഒരു ശീലം അത് ഒഴിവാക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ 80% മാത്രം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? 1. ദഹനം വളരെ എളുപ്പമാകും. പിന്നെ രക്തത്തിലെ ഇൻസുലിൻ ലെവൽ കൺട്രോളിൽ നിൽക്കും. ഏറ്റവും പ്രധാനമായി നമ്മുടെ ശരീരഭാരം കൂടാതെ നോക്കാനും ഇത് സഹായിക്കും. അടിപൊളിയല്ലേ? ഇനി നമുക്ക് അടുത്ത 2 രഹസ്യങ്ങളിലേക്ക് പോകാം. ഇതും വളരെ സിമ്പിളാണ്. നമ്മുടെ ഭക്ഷണത്തിലും ജീവിതത്തിലും കുറച്ചുകൂടി ലാളിത്യം കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. അവരുടെ രണ്ടാമത്തെ രഹസ്യം ഇതാണ്: സിമ്പിൾ ഫുഡ്. നമ്മൾ കഴിക്കുന്ന പോലെ ഒരുപാട് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും ജങ്ക് ഫുഡും അവർ കഴിവതും ഒഴിവാക്കും. പകരം മീൻ, ചോറ്, ഒരുപാട് പച്ചക്കറികൾ, അങ്ങനെയുള്ള നാച്ചുറൽ ഭക്ഷണങ്ങൾക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം അത് വളരെ കുറവാണ്. മൂന്നാമത്തെ ശീലം വ്യായാമമാണ്. പക്ഷെ ജിമ്മിൽ പോയി ഭാരം പൊക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അവരുടെ രീതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ജീവിതം തന്നെ കൂടുതൽ ആക്റ്റീവാക്കുക. അതായത് ചെറിയ ദൂരമൊക്കെ നടന്നു പോകുക, എപ്പോഴും ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെപ്പ് കയറുക. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും ശരീരം അനങ്ങിക്കൊണ്ടിരിക്കുക. അതാണ് പോയിന്റ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ശരീരത്തെക്കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമാണ്. കാരണം ഇത് മനസ്സിന്റെ ശക്തിയെക്കുറിച്ചാണ്. നാലാമത്തെ രഹസ്യം ഭക്ഷണത്തോടുള്ള നമ്മുടെ മനോഭാവമാണ്. അവർ പറയുന്നത് ഭക്ഷണം ഒരു ഇന്ധനമാണ്, അല്ലാതെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒന്നല്ല എന്നാണ്. നമ്മളിൽ പലരും ടെൻഷൻ വരുമ്പോഴോ ബോറടിക്കുമ്പോഴോ എന്തെങ്കിലും കഴിക്കാറില്ലേ? ആ ഒരു ശീലം അവർക്കില്ല. ശരീരത്തിന് ഊർജ്ജം ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കുക. അഞ്ചാമത്തെയും ഒരുപക്ഷെ ഏറ്റവും മനോഹരവുമായ രഹസ്യം, ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും: ഇക്കിഗായ്. എന്താണ് ഈ ഇക്കിഗായ്? വളരെ ലളിതമായി പറഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാരണം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം. ഒന്നാലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും? രാവിലെ എഴുന്നേൽക്കാൻ തന്നെ ഒരു പ്രത്യേക എനർജി ആയിരിക്കും, അല്ലേ? അത് തന്നെയാണ് ഇക്കിഗായിയുടെ പവർ. അത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കും, മനസ്സിനെ എപ്പോഴും ആക്റ്റീവാക്കി വയ്ക്കും. നമ്മുടെ ഇഷ്ടം, നമ്മുടെ കഴിവ്, പിന്നെ ലോകത്തിന് എന്താണ് വേണ്ടത്, ഇതെല്ലാം ചേരുന്നൊരു പോയിന്റിലാണ് പലപ്പോഴും നമ്മുടെ ഇക്കിഗായ് ഒളിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജപ്പാൻകാരുടെ ആയുസ്സിന്റെ 5 രഹസ്യങ്ങൾ മനസ്സിലാക്കി. പക്ഷേ ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് ആ 5 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. 1. ഹരാഹാച്ചിബു, അതായത് 80% മാത്രം കഴിക്കുക. 2. ലളിതമായ ഭക്ഷണം. 3. കൂടുതൽ നടക്കുക, ആക്റ്റീവായിരിക്കുക. 4. ഭക്ഷണം ഇന്ധനമാണ്, വികാരമല്ല. പിന്നെ 5-ാമത്തേത് നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തുക. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നത്? എല്ലാം ഒരുമിച്ച് തുടങ്ങണമെന്നില്ല. ഏതെങ്കിലും ഒന്ന്, ഒരു ചെറിയ മാറ്റം മതി. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ ഒരു ശീലം ഏതായിരിക്കും?